ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവവചനത്തിന് കീഴിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായമാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 25-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ അടയാളമാണ്. ആത്മീയ രംഗങ്ങളിൽ സ്വർഗസ്ഥലത്ത് കാണുന്ന രണ്ടാമത്തെ അടയാളം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. രണ്ടാമത്തെ അടയാളം എന്താണത്? 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. സ്വർഗത്തിൽ കാണുന്ന മറ്റൊരടയാളം ഒരു മഹാസർപ്പം. ഈ മഹാസർപ്പം പിശാചിനെയാണ് കാണിക്കുന്നത്. സർപ്പം പിശാചിൻ്റെ പ്രതീകമാണ്. മഹാസർപ്പം പിശാചിനെയാണ് കാണിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ പാമ്പിനെ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലായിടങ്ങളിലും ഈ പാമ്പുണ്ട്. പല രൂപത്തിലും പല വിധത്തിലും ഒക്കെയായിട്ടുള്ള പ്രവർത്തനം നാം കാണുന്നുണ്ട്. അപ്പോൾ പാമ്പ്, സർപ്പം പിശാചിൻ്റെ പ്രതീകം, പിശാചിനെയാണ് കാണിക്കുന്നത്. സ്വർഗസ്ഥലത്ത് കാണുന്ന അടയാളം. ഈ പിശാചിൻ്റെ പ്രവർത്തന മണ്ഡലം, ഈ മഹാസർപ്പത്തിൻ്റെ പ്രവർത്തന മണ്ഡലം സ്വർഗസ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ആത്മീകമായി സ്വർഗസ്ഥലത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കുന്ന ദൈവമക്കളോടാണ് ഇന്ന് ഈ പിശാചിൻ്റെ പോരാട്ടം മുഴുവനുമുള്ളത്. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഈ സർപ്പത്തിൻ്റെ ചില പ്രത്യേകതകൾ നാം കാണുന്നുണ്ട്. ഈ സർപ്പത്തിന് ചില പ്രത്യേകതകൾ നാം കാണുന്നുണ്ട്. എന്തെല്ലാമാണ്? 1, 7 തല, 2 10 കൊമ്പ്, 3 തലയിൽ 7 രാജമുടി, പിന്നെ 4 അതിൻ്റെ ഒരു നീണ്ട വാലുണ്ട്. അതിൻ്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ സർപ്പത്തിന് 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്, തലയിൽ 7 രാജമുടിയുണ്ട്, ഒരു നീണ്ട വാലുമുണ്ട്.
ഇങ്ങനെ 4 കാര്യങ്ങൾ ഈ സർപ്പത്തെക്കുറിച്ച് കാണാൻ സാധിക്കും. ഇതിൽ 7 തല എന്ന് പറയുമ്പോൾ തല എപ്പോഴും കാണിക്കുന്നത് ഭരണത്തെയും അധികാരത്തെയും ശക്തിയെയും ഒക്കെയാണ് തല കാണിക്കുന്നത്. നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, 7 എന്ന സംഖ്യ അത് പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ്, പൂർണ്ണതയെ കാണിക്കുന്നു. ശരിക്കും തലയാണ് നടത്തുന്നത്, നിയന്ത്രിക്കുന്നത്. ബ്രെയിൻ, അത് മുഴുവൻ കൺട്രോളും അതാണ്. കഴിവ് അവിടെയാണ്, കഴിവിനെ കാണിക്കുന്നു, ശക്തിയെ കാണിക്കുന്നു, ഭരണത്തെ കാണിക്കുന്നു, അധികാരത്തെ കാണിക്കുന്നു. 7 തല എന്ന് പറഞ്ഞാൽ പൂർണ്ണ ശക്തിയോടെ പിശാച് പ്രവർത്തിക്കുന്നതാണ്. പൂർണ്ണ ശക്തിയോടുകൂടെ അർത്ഥമാക്കുന്നതാണ് 7 തല എന്ന് പറയുമ്പോൾ. അതിൻ്റെ മുഴുവൻ കഴിവ് ഉപയോഗിക്കുന്നു. പിശാചിന് എത്രത്തോളം കഴിവുണ്ടോ ആ കഴിവ് മുഴുവൻ ഉപയോഗിക്കുന്നു. ഇതേ പാമ്പിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുമ്പോൾ 7 തലയൊന്നുമില്ല, അതിന് 1 തലയേ ഉള്ളൂ അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുമ്പോൾ ആ പാമ്പിന് 1 തലയേ ഉള്ളൂ. കാരണം അന്ന് ആ മനുഷ്യനെ വീഴിക്കുവാൻ അത് മതിയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നതായ സമയമാണ്. പിശാചിൻ്റെ മുഴുവൻ ശക്തിയും മുഴുവൻ കഴിവുകളും പ്രവർത്തിക്കുന്നതായ ഒരു കാലയളവിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ. പിശാചിന് എത്രത്തോളം ശക്തിയുണ്ടോ, എത്രത്തോളം കഴിവുണ്ടോ, എത്രത്തോളം അത് മുഴു ശക്തിയോടും കൂടെ മഹാക്രോധത്തോടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. 7 തല, അതിന് മുഴുവൻ കഴിവും ഇന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും 10 കൊമ്പ്. കൊമ്പ് എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ അധികാരത്തെ കാണിക്കുന്നത്. കൊമ്പ് രാഷ്ട്രീയ അധികാരം, രാഷ്ട്രീയ അധികാരത്തെയാണ് കൊമ്പ് കാണിക്കുന്നത്. ഈ അന്ത്യകാലത്ത് സാത്താൻ്റെ അധികാരത്തിൽ, സാത്താൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായ രാഷ്ട്രീയ ശക്തികളെയും ദൈവവിരുദ്ധമായി ഒന്നിക്കുന്നതായ ഭരണാധികാരികളെയും ദൈവജനത്തിനെതിരായി പ്രവർത്തിക്കുന്ന അധികാര സംവിധാനത്തെയുമാണിത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും അധികാര സംവിധാനങ്ങളും എല്ലാം ഇന്ന് ആർക്ക് അനുകൂലമാണ്? പിശാചിന് അനുകൂലമാണ്. 10 കൊമ്പ് പിശാചിന് അനുകൂലമാണെന്ന്. ദൈവജനത്തിന് എതിരാണ്. ദൈവജനത്തിനെതിരായി പ്രവർത്തിക്കുന്ന അധികാര സംവിധാനങ്ങളെ നാം ഇത് കാണുന്നു. മാത്രമല്ല, കർത്താവിൻ്റെ മടങ്ങിവരവിന് ശേഷം ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന പൈശാചിക തൃത്വശക്തിയുണ്ട്. ആൻറ്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, ഒരു പൈശാചിക തൃത്വശക്തിയാണ്. ഇന്ന് നാം അന്ത്യനാളുകളിലായിരിക്കുന്നു. അന്ത്യകാലത്തിൻ്റെ ഒടുവിൽ ക്രിസ്തു മധ്യാകാശത്ത് വരികയും സഭ എടുക്കപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ മധ്യാകാശ വരവിന് ശേഷം, സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരും. ഈ ആൻറ്റി ക്രൈസ്റ്റ് അന്ന് ഭരണം നടത്തുക എന്ന് പറയുന്നത് ഒരു പൈശാചിക തൃത്വമാണ്. പൈശാചിക തൃത്വ ശക്തികളായ പഴയ പാമ്പ്, എതിർ ക്രിസ്തു എന്ന മൃഗം, കള്ളപ്രവാചകൻ. ഇതാണ് പൈശാചിക തൃത്വം എന്ന് പറയുന്നത്. പഴയ പാമ്പ്, എതിർ ക്രിസ്തു എന്ന മൃഗം, കള്ളപ്രവാചകൻ. ഈ പൈശാചിക തൃത്വം, ഈ 3 ഇടങ്ങളിൽ ഇവിടെയൊക്കെ നാം 10 കൊമ്പ് കാണുന്നുണ്ട്. 10 കൊമ്പ് ഇവിടെ എല്ലാം കാണുന്നുണ്ട്. 12-ന്റെ 3 ഈ പാമ്പിന് 10 കൊമ്പുണ്ട്. അതുപോലെ 13-ന്റെ 1 വായിച്ചു. അപ്പോൾ 10 കൊമ്പും
7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ കയറുന്നത്. എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നതായ മൃഗം, അതിന് 10 കൊമ്പുണ്ട്. വെളിപ്പാട് 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ 10 കൊമ്പ് താൻ കാണുകയാണ്. എന്താണ് ഈ 10 കൊമ്പ് എന്ന് അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. 17-ാം അധ്യായം 12-ാമത്തെ വാക്യം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അപ്പോൾ ഈ 10 കൊമ്പ് എന്ന് പറയുമ്പോൾ, ഈ സർപ്പത്തിൻ്റെ 10 കൊമ്പ് എന്ന് പറയുമ്പോൾ, ഈ അന്ത്യകാലത്ത് രാഷ്ട്രീയ അധികാരങ്ങളും അധികാര സംവിധാനങ്ങളുമെല്ലാം ദൈവജനത്തിനെതിരായിരിക്കും, ദൈവജനത്തിനെതിരായിട്ട് നിൽക്കും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. 10 തല, തലയിൽ 10 കൊമ്പ്, തലയിൽ 7 രാജമുടി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മുഴുവൻ ഭരണ സംവിധാനങ്ങളിലുമുള്ള സാത്താൻ്റെ സ്വാധീനത്തെയാണ് ഇത് കാണിക്കുന്നത്. ഈ ലോകത്തുള്ള മുഴുവൻ ഭരണ സംവിധാനങ്ങളിലുമുള്ള പിശാചിൻ്റെ സ്വാധീനം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുകയാണ്. പിശാചിൻ്റെ സ്വാധീനം എല്ലാ രംഗങ്ങളിലുമുണ്ട്. പിശാചിൻ്റെ സ്വാധീനം അധികാര രംഗങ്ങളിലെല്ലാമുള്ള, ഭരണരംഗങ്ങളിലെല്ലാമുള്ള, ഭരണ സംവിധാനങ്ങളിലെല്ലാമുള്ള സാത്താൻ്റെ സ്വാധീനത്തെയാണിത് കാണിക്കുന്നത്. 4-ാമത്തെ കാര്യം, ഈ മഹാസർപ്പത്തിന് ഒരു നീണ്ട വാലുണ്ട്. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് നാം വരികയാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താൻ എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. തെറ്റിച്ച് കളയുന്നവൻ, പിശാച്, സാത്താന്, മഹാസർപ്പം, പഴയ പാമ്പ്, ഇതൊക്കെ സാത്താൻ്റെ പേരുകളാണ്. ഈ സാത്താൻ, പിശാച് 2 വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഇടയിൽ സ്വർഗസ്ഥലത്തുള്ള പിശാചിൻ്റെ പ്രവർത്തനം, കാരണം വേറെ മറ്റുള്ളവരുടെ അടുക്കൊന്നും പിശാചിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം അവരെല്ലാം അവൻ്റെ കസ്റ്റഡിയിലുള്ളവരാണ്. പ്രത്യേകിച്ച് ഒന്നും പ്രവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം മറ്റുള്ളവരെല്ലാം അവൻ്റെ ആജ്ഞാനുവർത്തികളാണ്. പിശാച് എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്നവരാണ് ബാക്കിയുള്ളവരെല്ലാവരും. പിശാചിന് എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ, അല്പം ശക്തി ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ദൈവമക്കളുടെ ഇടയിലേ ഉള്ളൂ. ദൈവമക്കളുടെ ഇടയിൽ നമ്മൾ ഓർക്കണം, ആത്മീയ രംഗത്താണ് പിശാചിൻ്റെ ശക്തി അവൻ പ്രവർത്തിക്കുന്നത്. എങ്ങനെയെല്ലാമാണ് പിശാച് നമ്മളുടെ ഇടയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത്? 2 വിധത്തിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ഒന്ന്, അതിൻ്റെ വാല് ഉപയോഗിച്ച്. അതാണ് കാണുന്നത്. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. തിന്നു കളയാനായിട്ട് നിൽക്കുന്നു, തിന്നു കളഞ്ഞില്ല. തിന്നുകളയും, ഇപ്പം തിന്നും എന്നിങ്ങനെ വാ പിളർന്നുകൊണ്ട് നിൽക്കുന്നു. പക്ഷെ തിന്നു കളഞ്ഞില്ല. എന്നാൽ നാശം വരുത്തിയത് എന്താണ്? വായാണോ തലയാണോ നാശം വരുത്തിയത്? വാലാണ് നാശം വരുത്തിയത്. അതിൻ്റെ വാല് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതായ കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് ഈ ആകാശ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് കാണിക്കുന്നത്? ദൈവമക്കളാണല്ലേ. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നതായ ദൈവവൈതൽ
ജ്യോതിസുകളെ പോലെയാണെന്ന്. ജ്യോതിസുകൾ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണെന്നാണ് പൗലോസ് ലേഖനത്തിൽ പറയുന്നത്. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്ക് ശോഭിക്കുമെന്നാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ഈ ശോഭിച്ചു നിൽക്കുന്നതായ, പ്രകാശിച്ചു നിൽക്കുന്നതായ നക്ഷത്രങ്ങളിൽ 1/3 തകർത്ത് കളഞ്ഞു. എന്താ തകർത്ത് കളഞ്ഞ? എന്താണ്? അതിൻ്റെ വാല് ദൈവമക്കളെ തകർക്കുന്നു, ദൈവമക്കളെ വലിച്ചു കൂട്ടി തകർത്ത് കളയുന്നു. എന്താണ് അതിൻ്റെ വാല്? മഹാസർപ്പത്തിൻ്റെ വാൽ എന്താണ്? ഈ വാല് കാണിക്കുന്നത് ദുരുപദേശത്തെയാണ് കാണിക്കുന്നത്. ദുരുപദേശത്തെ കാണിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 15-16 വാക്യങ്ങൾ. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല്ല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാല്. ആരാണ് വാലപ്പോൾ? 15-16. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. വാലാരാണ്? അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാല്. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. സാറായിട്ട് കാണരുത്. യെശയ്യാ 9-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങൾ എടുത്ത് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹായിക്ക് വെളിപ്പാട് ലഭിക്കുമ്പോൾ ഈ അന്ത്യകാലത്ത് സംഭവിക്കുന്നതായ കാര്യങ്ങൾ, ആത്മീക രംഗത്ത് കാണപ്പെടുന്ന അടയാളം, അതിൽ 2-ാമത്തെ അടയാളം ഈ വാലിൻ്റെ പ്രവർത്തനമാണ്. ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ പിശാചിൻ്റെ പ്രവർത്തനം. അവൻ്റെ തല കൊണ്ടൊന്നും ദൈവമക്കൾ ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ്റെ തലയെ ചതച്ചു കളഞ്ഞു. നമ്മുടെ കർത്താവ് അവൻ്റെ തലയെ ചതച്ചു. പിശാച് അതിൻ്റെ വാലുകൊണ്ടാണെന്ന് പ്രവർത്തിക്കുന്നത്. വാലുകൊണ്ട് അവൻ്റെ വാല് ദൈവമക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഈ വാൽ? ആത്മീക രംഗത്ത് പ്രവർത്തിക്കുന്ന, സുവിശേഷ വേല ചെയ്യുന്ന, ആത്മീക രംഗത്ത് ജനത്തെ നടത്താൻ വേണ്ടി ആക്കി വച്ചിരിക്കുന്ന പ്രവാചകന്മാർ. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ പ്രവാചകൻ. ആരാണ് പ്രവാചകൻ? ആരാണ്? പഴയ നിയമത്തിൽ അഭിഷേകത്തോടു കൂടിയ 3 ശുശ്രൂഷകളുണ്ട്. ഏതൊക്കെയാണത്? പുരോഹിതൻ, രാജാവ്, പ്രവാചകൻ. പുരോഹിതൻ അഭിഷേകത്തോടെ ശുശ്രൂഷയാണ്. രാജാവിനെയും അഭിഷേകം ചെയ്താണ് രാജാവിനെ വാഴിക്കുന്നത്. പ്രവാചകനും അഭിഷേകം ചെയ്യുകയാണ്. അഭിഷേകത്തോടുള്ളതായ 3 ശുശ്രൂഷകൾ. അതിൽ പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാവാണ്. കാലാകാലങ്ങളിൽ ദൈവത്തിന് പറയാനുള്ളത് മനുഷ്യരോട് പറയുന്ന ദൈവത്തിൻ്റെ നാവായി നിന്നുള്ള ശുശ്രൂഷയാണ് എന്ത്? പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവവചനം പറയുന്നവരാണ് ഈ പ്രവാചകൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, അസത്യം ഉപദേശിക്കുന്ന, സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളാണ് ആര്? ഈ വാലെന്ന് പറയുന്നത്. ഈ ജനത്തെ നടത്താൻ വേണ്ടി ആക്കി വച്ചിരിക്കുന്ന ദൈവവേലക്കാർ, അഭിഷിക്തന്മാർ, സുവിശേഷ വേലക്കാർ എന്തു ചെയ്യുന്നു? ജനത്തെ തെറ്റിച്ച് കളയുന്നു. അവരാണ് ഈ വാലെന്ന് പറയുന്നത്. ശരിയായ രീതിയിലല്ലാതെ ജനത്തെ നടത്താൻ തക്കവണ്ണം, ശരിയായി നടത്തേണ്ടതുപോലെ അല്ലാതെ ജനത്തെ നയിക്കുന്നവരാണ് ആര്? ഈ വാല്. അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അപ്പോൾ അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതിൻ്റെ അർത്ഥം സാത്താൻ പേടിപ്പിച്ചോ ബലപ്രയോഗം നടത്തിയോ ഒന്നും ആയിരിക്കുകയില്ല നമ്മൾ തകർക്കുന്നത്. ഈ സാത്താൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വഞ്ചനയാണ്. വഞ്ചനയാണ് സാത്താൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ, അവൻ ഏറ്റവും ഉപയോഗിക്കുന്ന ആയുധം എന്ന് പറയുന്നത് വഞ്ചനയാണ്.
ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ ഹവ്വായെ പേടിപ്പിക്കുകയാണ് ചെയ്തത്. പേടിപ്പിക്കുകയല്ല, വഞ്ചിക്കുകയാണ് ചെയ്തത്. ഉൽപ്പത്തി 3:13. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തതെന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. വഞ്ചിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലൻ പറയുന്നുണ്ട്, അന്ന് സർപ്പം ഹവ്വയെ വഞ്ചിച്ചതുപോലെ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളതായ മുന്നറിയിപ്പ് അപ്പോസ്തലൻ സഭയ്ക്ക് നൽകുന്നുണ്ട്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ് നമുക്ക്. നമ്മളെയും വഞ്ചിച്ച് കളയുമെന്ന് ഒരു ഭയമുണ്ട് അപ്പോസ്തലന്. ഈ സാത്താൻ അവൻ്റെ വാല് നശിപ്പിക്കുമെന്നുള്ളൊരു ഭയം അപ്പോസ്തലനുമുണ്ട്. അതേ വഞ്ചന തന്നെയാണ് ഈ അന്ത്യകാലത്ത് തുടരുന്നത്. അന്ന് അതേ വഞ്ചന ഈ അന്ത്യകാലത്തും തുടരുന്നു എന്ന് വെളിപ്പാട് 12-ൽ നാം കാണുകയാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ ദുരുപദേശത്തെയും ദുരുപദേഷ്ടാക്കന്മാരെയും നാം സൂക്ഷിക്കണം. കൊലോസി ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ തകർത്ത് കളയരുത്. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുകയാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടതും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ഈ അന്ത്യകാലത്ത് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ദുഷ്ടമനുഷ്യരും മായാവികളും. അതിൻ്റെ 12-ാം വാക്യം മുതൽ വയ്ക്കുമ്പോൾ, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഈ ഉപദ്രവം ഉണ്ടാകുന്നു. ഈ വാല് വന്ന് വലിക്കുമെന്നേ. ഈ അന്ത്യകാലത്ത് ഭക്തിയോടെ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഈ ഉപദ്രവം ഉണ്ടാവും. എന്താ ഉപദ്രവം? ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ആരാണ് ഈ ദുഷ്ടമനുഷ്യരാരാണ്? ദുഷ്ടമനുഷ്യർ ദൈവത്തെ നിരസിക്കുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ദുഷ്ടമനുഷ്യർ. മായാവികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്പോസ്റ്റേഴ്സ് എന്നാണ്. വ്യാജന്മാർ, വഞ്ചകന്മാരാണ്, വഞ്ചകന്മാർ, ഇമ്പോസ്റ്റേഴ്സ്. മായാവികൾ, വഞ്ചകന്മാർ, മറ്റുള്ളവരെ തെറ്റായ ഉപദേശങ്ങളാലും വ്യാജ ആത്മീയതയാലും വഞ്ചിക്കുന്നു. ഈ ആത്മീയ രംഗത്ത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിനെ ശക്തിയെ ത്യജിക്കുന്നവരായി, എന്നുവെച്ചാൽ ദൈവം അവരുടെ ഉള്ളിലില്ല, പാപം ചെയ്തുകൊണ്ട്, ജീവിതത്തിൽ പാപമുണ്ട്, പാപത്തിൽ ജീവിക്കുന്നവർ ദുഷ്ടമനുഷ്യർ. മായാവികൾ, വഞ്ചകന്മാർ, വ്യാജന്മാർ, വഞ്ചകന്മാർ. അവർ വഞ്ചിച്ചും മറ്റുള്ളവരെ തെറ്റായ ഉപദേശങ്ങളാലും വ്യാജ ആത്മീയതയാലും വഞ്ചിക്കും. വ്യാജ ആത്മീയത. വീണ്ടും ഇല്ലേ അവിടെ കാണുന്ന പദങ്ങളോ? ദുഷ്ടമനുഷ്യർ, മായാവികൾ, വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട്. വഞ്ചിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കാരണം എന്താണ്? അവർ വഞ്ചിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇവർ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരാണെങ്കിലും അവർ സാത്താനാലും തെറ്റായ വിശ്വാസത്താലും വഞ്ചിക്കപ്പെട്ടവരാണ് അവർ. ഇവർ മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ഒരിക്കലും അത് കുറഞ്ഞല്ല വരുന്നത്, കൂടുതൽ ദോഷത്തിലേക്ക് പോകുന്നു. അതിനെ അതിജീവിക്കുവാനായിട്ട്
തിമോത്തിയോസ് നൽകുന്നതായ ഒരു ഉപദേശമാണ് 14-15 വാക്യം. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. എന്നാൽ ഉപദ്രവം ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ടും മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അത് കൂടിക്കൂടി വരികയുള്ളൂ. ദോഷം വർദ്ധിച്ച് വരികയുള്ളൂ. ഇതിനെ അതിജീവിക്കാനായിട്ട് എങ്ങനെ ഇതിനെ ഈ വാല് വന്ന് ചുറ്റിക്കളയാതിരിക്കാൻ തക്കവണ്ണം എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ കഴിയും? തിമോത്തിയോസിന് അപ്പോസ്തലൻ നൽകുന്ന ഒരു ഉപദേശമാണ് 14-15 വാക്യങ്ങൾ. ഇതിൽ അതിജീവിക്കണമെങ്കിൽ, ഇതിനെ ജയിക്കണമെങ്കിൽ, ഈ വാല് തകർത്ത് കളയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീയോ ഇന്നവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിങ്ങളുടെ വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഈ വഞ്ചനകളിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ, നിന്നെ ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ പഠിച്ച് നീ നിശ്ചയമുള്ളവനാകണം. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ, നിന്നെ രക്ഷപ്പെടാൻ, ഈ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അവൻ്റെ വാല് നിന്നെ നശിപ്പിച്ച് കളയാതിരിക്കാൻ തക്കവണ്ണം, അവൻ്റെ ഉപദ്രവങ്ങൾ നിന്നെ തകർത്ത് കളയാതിരിക്കാൻ തക്കവണ്ണം, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ രക്ഷപ്പെടുവാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനം നിനക്ക് ലഭിക്കുവാൻ, അതിൽ നിന്ന് വഞ്ചനകളിൽ നിന്ന്, അവൻ്റെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജ്ഞാനം, രക്ഷപ്പെടുവാനുള്ളതായ ജ്ഞാനം, രക്ഷപ്പെടാൻ നിന്നെ ജ്ഞാനിയാക്കുവാൻ മതിയായത് തിരുവെഴുത്താണ്, ദൈവവചനമാണ്. ആ ദൈവവചനം പഠിച്ച് നീ അതിൽ നിശ്ചയമുള്ളവനാകണം. ഇവിടെ ഈ ദൈവവചനം പഠിക്കുന്നതിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിൻ്റെ ആവശ്യകത, നിന്നെ അവൻ്റെ കെണിയിൽപ്പെടാതെ രക്ഷിക്കാൻ ആ വാല്, ദുരുപദേശത്തിൻ്റെ വാല്, അന്യഥാ ഉപദേശത്തിൻ്റെ വാല് നിന്നെ നശിപ്പിച്ച് കളയാൻ തക്കവണ്ണം, നിന്നെ രക്ഷപ്പെടാൻ തക്കവണ്ണം നിന്നെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിൻ്റെ വചനം നീ പഠിച്ച് അതിൽ നിശ്ചയമുള്ളവനായിട്ടിരിക്കുക. 2 പത്രോസ് ലേഖനം 3-ാം വാക്യം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവായ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. മുന്നറിയിപ്പ് തരികയാണ്. ഈ വഞ്ചനയിൽ, ഈ വാല് നിങ്ങളെ നശിപ്പിച്ച് കളയാതിരിക്കാൻ, വഞ്ചനയിൽ നിങ്ങൾ തകർന്നു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. അത് നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മിയുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. പത്രോസ് പറയുകയാണ്. എന്നിട്ട് പത്രോസോട് പറയുന്നത്, ഞാനും പൗലോസും നിങ്ങൾക്ക് മുൻപ് കൂട്ടി മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലാക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങളുമുണ്ട്. പൗലോസ് പറഞ്ഞു തന്നിട്ടുണ്ട്, ലേഖനങ്ങളിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്, ഞാനും അറിയിച്ചിട്ടുണ്ട്. ഞാനും പൗലോസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായ കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായ, പ്രയാസമുള്ളതായ പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഇതൊന്നും പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാൻ മനസ്സിലാത്ത ആളുകളുണ്ട്. ഞാനത് പറയുന്നത് അതിന് 14 മുതലുള്ള വാക്യം വായിക്കണം. മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട്. എന്താണ് ഈ മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നത്? അറിയിച്ചത് എന്താണ്? ഞാനും പൗലോസ്ലീഹായും നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും, പല കാര്യങ്ങളും മുഴുവൻ, നിങ്ങൾ അറിയേണ്ടതെല്ലാം മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഞങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്, ഞാനും അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ളതായ പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഇതൊന്നും പഠിക്കാനോ പഠിപ്പിക്കാനോ മനസ്സില്ലാത്തതായ ആളുകൾ, താല്പര്യപ്പെടാത്തതായ ആളുകൾ നിങ്ങളുടെ നാശത്തിന് വേണ്ടി ചിലതെല്ലാം കോട്ടിക്കളയുന്നു. അതിൻ്റെ 15 മുതലുള്ളതായ വാക്യങ്ങൾ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ വഞ്ചനയിൽ കുടുങ്ങരുതെന്ന്. നിങ്ങൾ അവരുടെ വഞ്ചനയിൽ കുടുങ്ങരുത്, കുടുങ്ങാതിരിക്കാൻ. പക്ഷേ ഇത് പഠിക്കാനൊക്കെ ഇച്ചിരി പ്രയാസമല്ലേ? ഈ ബൈബിൾ പഠിക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്. ഇരിക്കണം, വായിക്കണം, ധ്യാനിക്കണം, സമയമൊക്കെ ചിലവഴിക്കണ്ടേ? ആർക്കും നേരം? എല്ലാത്തിനും തിരക്കല്ലേ? തിരക്കും ബെത്തപ്പാടും അതിൻ്റെയൊക്കെ നടുവിലിരുന്ന് ബൈബിൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താർക്ക് നേരം? നമുക്കൊരാശ്വാസം കിട്ടണം, ഒരു സന്തോഷം കിട്ടണം, അത് പോരെ എന്ന് പറഞ്ഞാൽ ഇത് കോട്ടിക്കളയുന്നു, ഇതിനെ കോട്ടിക്കളയുന്നു. നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ വചനനിശ്ചയമുള്ളവരായി തീരണം. നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായിട്ടും ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അനുഭവമാണ്, പാണ്ഡിത്യമല്ല. അത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനമായിട്ടിരിക്കുന്നത് അറിവല്ല, അനുഭവമാണ്. എന്നാൽ നമ്മൾ അനുഭവിക്കുന്നതായ അനുഭവത്തോട് ചേർന്ന് അത് ദൈവവചനത്തിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? നമ്മൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ടികയാണ്. അതിനെ ചേർത്ത് ഉറപ്പിക്കുന്നതാണ് എന്ത്? ദൈവത്തിൻ്റെ വചനം. അങ്ങനെ അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഈ ദൈവവചനത്താൽ അനുഭവങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ മുന്നോട്ട് പോയാൽ ഏത് വാല് വന്ന് ചുറ്റിയാലും ഇരുമ്പ് പോലെ നിൽക്കും. ദൈവവചനത്താൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ വാല് വന്ന് ചുറ്റുമ്പോൾ തകർന്നു വീണു പോകും. അതാണ് അപ്പോസ്തലനോട് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പൗലോസും നിങ്ങൾക്ക് തന്നെ ലേഖനങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അങ്ങ് വായിച്ചാൽ എല്ലാം അങ്ങ് മനസ്സിലാകുമെങ്കിൽ അത് മതിയില്ല. എന്തിന് ബൈബിൾ ക്ലാസ് വേണോ? ഇതിനു വേണ്ടിയിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുമാണെന്ത്, അതെന്താണെന്ന് അതിനുവേണ്ടിയാണ് ബൈബിൾ ക്ലാസ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ മനസ്സില്ലാതെ അത് എന്തിനാ അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു ചിന്ത വന്ന്, അപ്പോൾ അങ്ങനെയുള്ളതെന്ന് വെച്ചിട്ട് വഞ്ചനയാണെന്ന് ഞാൻ പറയുന്നത്. ഒരു വഞ്ചനയാണത്. ഒരിക്കലും നാം വഞ്ചനകളിൽ കുടുങ്ങിപ്പോകരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവവചനത്താൽ അടിത്തറയിട്ട്, വചനത്താൽ ഇല്ലേ ഈ ആഴത്തിൽ കുഴിച്ച്, ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പണിത് എങ്ങനെയാണ്? ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിത്തറയിട്ട് പോകണം. എന്താ ഈ പാറ കാണിക്കുന്നത്? അവിടെ എന്താ പറയുന്നത്? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് ഒക്കുന്നു. നമ്മുടെ ജീവിതം ഒരിക്കലും ഈ വചനത്തിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവവചനവുമായി ചേർന്ന്. ഞാൻ പറയട്ടെ, നമുക്ക് ദൈവമക്കളോ കൂട്ടായ്മക്കാരോ ആരുമില്ലെങ്കിലും ഈ വചനം നെഞ്ചോടടക്കി ഞങ്ങൾ അനുഭവിക്കുന്നതായാലും സത്യമാണത്. ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും മുട്ടുമടക്കി ബൈബിൾ തുറന്ന് ദൈവവചനത്തിൻ്റെ കീഴിലിരുന്ന് വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇഴഞ്ഞു കയറുന്ന അനുഭവം നമുക്കുണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ
വചനവുമായുള്ള ബന്ധത്തിലുള്ള ക്രിസ്ത്യ ജീവിതമാണെങ്കിൽ ഒരു വാലിനും നമ്മളെ മാറ്റിക്കളയാൻ കഴിയില്ല. അതിൻ്റെ വാല് നിങ്ങളെ തകർത്ത് കളയാതിരിക്കണമെങ്കിൽ, നിങ്ങളെ നശിപ്പിച്ച് കളയാതിരിക്കാൻ നാം ദൈവവചനത്തിൽ അടിത്തറയിട്ട് മുന്നോട്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവെന്നും ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്കിതിനാൽ അറിയാം. സത്യത്തിൻ്റെ ആത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. എന്നാണ് പറയുന്നത്? ഈ വചനം പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നവൻ ആരാണ്? സത്യത്തിൻ്റെ ആത്മാവുള്ളവനാണ്. ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല എങ്കിൽ ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങളുടെ വാക്കെന്ന് പറയുന്നത് ഈ ലേഖനങ്ങളും ഈ വചനമാണ്. വചനം അപ്പോസ്തലന്മാർ പറഞ്ഞു തന്നതായ കാര്യങ്ങൾ, ദൈവവചനം. ദൈവത്തെ അറിയുന്നവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ദൈവവചനവുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. അപ്പോൾ ദൈവവചനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദൈവവചനപ്രകാരമായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവിൽ മുന്നോട്ട് പോകുന്നത്. ദൈവവചനം ഒരു വിഷയമല്ലാതെ മറ്റു പലതും ഉണ്ടല്ലോ, ഇല്ലേ? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം, നല്ല നല്ല ഇല്ലേ, ഒത്തിരി ചാരിറ്റബിൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം, പല കാര്യങ്ങളും ചെയ്യാമല്ലോ, ഇല്ലേ? അങ്ങനെ സമൂഹത്തിൽ ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ബൈബിളോ ദൈവത്തിൻ്റെ വചനമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആരാണ് സത്യത്തിൻ്റെ ആത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്നും നമുക്ക് തിരിച്ചറിയാനുള്ളതായ വിദ്യയാണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞു തരുന്നത്, തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു തരുന്നത്. സത്യത്തിൻ്റെ ആത്മാവ് എവിടെയാണ്, ആരിലാണ് എന്നുള്ളത് പറഞ്ഞു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 29-30 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടി ചെന്നാക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. അവരെന്ത് ചെയ്യും? ശിഷ്യന്മാർ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് വിപരീത ഉപദേശങ്ങളെ പ്രസ്താവിക്കും. നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണ് തകർന്ന വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. കർത്താവേ, അവൻ്റെ വാൽ, പിശാചിൻ്റെ വാൽ, സർപ്പത്തിൻ്റെ വാൽ ചുറ്റും പ്രവർത്തിക്കും. നമ്മളെല്ലാം വരിഞ്ഞു ചുറ്റും. അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മുഴുവൻ ശക്തിയോടെ വലിഞ്ഞു ചുറ്റും. കർത്താവേ, എങ്ങനെയെല്ലാം ചുറ്റി വലിച്ചാലും ഞങ്ങളുടെ ക്രിസ്തീയം തകർന്നു പോകാതെ നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾ ഓരോരുത്തരെയും ആത്മാവിൽ കരുത്തുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വീഴാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി അവിടുത്തെ തിരുസന്നിധി നിർത്തുവാൻ അങ്ങ് മതിയായവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് നിർത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾ അറിയുകയാണ്. പലതരം ഉപദേശങ്ങൾ പാലിൽ മുളച്ച് പരക്കുമ്പോൾ കർത്താവേ, നിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൻ്റെ വചനപ്രകാരം നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വത്തോടെ എടുക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.